ഭൂമിയുടെ പ്രായം ഏകദേശം 4.54 ബില്യൺ വർഷമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിർത്തികളും സർക്കാരുകളും എല്ലാ സമയത്തും മാറുന്ന ഒരു രാജ്യത്തിന്റെ പ്രായം എങ്ങനെ അളക്കുമെന്നതൊരു ചോദ്യമായി തുടർന്നു പോരുന്നു. സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷം 1991 രൂപം കൊണ്ട റഷ്യയെപ്പോലെ സമ്പന്നമായ ചരിത്രമുള്ള ഒരു രാഷ്ട്രം നിലവിൽ ഒരു പുതിയ രാഷ്ട്രമായി അറിയപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള 10 രാജ്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഇതിനായി രാജ്യങ്ങളുടെ അതിരുകൾക്ക് സമാനമായ പ്രദേശങ്ങൾക്കുള്ളിൽ സർക്കാരിന്റെയോ വലിയ സംഘടിത നാഗരികതയുടെയോ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമുള്ള സ്ഥലങ്ങൾ കൂടി വിലയിരുത്താൻ ശ്രമിക്കുന്നു. 10-ാമതായി സാൻ മരീനോ. ഇറ്റാലിയൻ ഉപദ്വീപിലെ ഈ ചെറിയ രാഷ്ട്രം ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും പഴയ റിപ്പബ്ലിക്കിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. മൊത്തം വിസ്തീർണം വെറും 62.2 ചതുരശ്ര കിലോമീറ്റർ ആയതിനാൽ സാൻ മരീനോ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായും കണക്കാക്കി പോരുന്നു. അതോടൊപ്പം GDP പെർ ക്യാപിറ്റ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സാൻ മരീനോ. പാരമ്പര്യമനുസരിച്ച് സാൻ മരീനോ CE 301 സെപ്റ്റംബർ 3 സെന്റ് മാരീനസ് സ്ഥാപിച്ചതാണ്. സ്ഥാപക തീയതിയെക്കുറിച്ച് ചരിത്രകാരന്മാർ തർക്കിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞത് 13-ാം നൂറ്റാണ്ട് മുതൽ സാൻ മരീനോ ഒരു സ്വയംഭരണ റിപ്പബ്ലിക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. മോണ്ടെ ടൈറ്റാനോയ്ക്ക് ചുറ്റുമുള്ള ചരിത്രപരമായ നഗരകേന്ദ്രമായ സാൻ മരീനോ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായും അറിയപ്പെട്ടു പോരുന്നു. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ യൂറോപ്പിലും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ മാതൃകകളുടെ വികസനത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഏക ഇറ്റാലിയൻ നഗര സംസ്ഥാനമാണ് സാൻ മരീനോ. ഒരു ലോക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നെപ്പോളിയൻ ഇറ്റലി ആക്രമിച്ചപ്പോൾ ഈ ചെറിയ രാജ്യത്തിന്റെ സ്വയം പരമാധികാരത്തെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു എന്നതുകൂടാതെ 1861 ഇറ്റലി ഏകീകരിച്ചപ്പോൾ ഔപചാരികമായ ഉടമ്പടികളിലൂടെ സാൻ മരീനോ സ്വതന്ത്രമായി തുടരുകയും ചെയ്തു. 9-ാമതായി ജപ്പാൻ. സാൻ മരീനയെ പോലെ ജപ്പാനും ഒരു അർദ്ധപുരാണ സ്ഥാപക തീയതിയുണ്ട്. സൂര്യദേവതയായ അമതരാസുവിന്റെ പിൻഗാമിയായ ഇതിഹാസ ചക്രവർത്തി ജിമ്മു BC 660 ജപ്പാന്റെ സാമ്രാജ്യത്വ രാജവംശം സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഈ വിശ്വാസം ജപ്പാനെ ലോകത്തിലെ ഏറ്റവും പഴയ തുടർച്ചയായ പാരമ്പര്യ രാജവാഴ്ചയാക്കി മാറ്റുന്നു. അതേസമയം 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ദ്വീപ സമൂഹത്തിന്റെ സംസ്ഥാനങ്ങൾ ഒന്നായി ലയിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ സ്ഥാപനം സംഭവിച്ചുവെന്ന് വ്യക്തമാകുന്നു. അതായത് AD 4-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ പ്രദേശത്തെ രാജ്യങ്ങൾ ഒരു ചക്രവർത്തിയുടെയും ഹെയാൻക്യോ ആസ്ഥാനമായുള്ള സാമ്രാജ്യത്വ കോടതിയുടെയും കീഴിൽ ഏകീകരിക്കപ്പെട്ടു. ജപ്പാന്റെ ഏകീകരണം അവ്യക്തമായി തുടരുമ്പോഴും പാലിയോലിത്തിക് കാലം മുതൽ ജപ്പാൻ മനുഷ്യർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. ഈ ദ്വീപ സമൂഹത്തിലെ ആദ്യ നിവാസികൾ കൊറിയൻ ഉപദ്വീപിൽ നിന്നും കരവഴി കുടിയേറിയവരായിരുന്നുവെന്നും ചരിത്രം സൂചിപ്പിക്കുന്നു. 8-ാമതായി മെക്സിക്കോ. ഇന്നത്തെ മെക്സിക്കോയുടെ ചരിത്രം 1200 BCയിലെ ഓൾമെക് നാഗരികതയുടെ സ്ഥാപനത്തോട് ആരംഭിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓൾമെക്കുകൾ ഗൾഫ് ഓഫ് മെക്സിക്കോയിലും തെക്കൻ മെക്സിക്കോയിലും താമസിച്ചിരുന്നു എന്നതുകൂടാതെ ഇവർ ഓൾമെക് ഭരണാധികാരികളെ പ്രതിനിധീകരിക്കുന്ന കൂറ്റൻ ബസാൾട്ട് തലകൾക്കും പേരുകേട്ടതാണ്. ഓൾമെക്കുകൾ അമേരിക്കയിൽ എഴുത്തിന്റെ ആദ്യ രൂപം സ്ഥാപിക്കുകയും വിപുലമായ വ്യാപാര ശൃംഖലകളിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ച മായൻ ആസ്ടെക് സംസ്കാരങ്ങളിലും അവരുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ 13-ാമത്തെ വലിയ രാജ്യമാണിത് എന്നതുകൂടാതെ ഏകദേശം 130 ദശലക്ഷം ജനസംഖ്യയുള്ള മെക്സിക്കോ ഏറ്റവും ജനസംഖ്യയുള്ള 10-ാമത്തെ രാജ്യം കൂടിയാണ്. കൂടാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പാനിഷ് സംസാരിക്കുന്നവരും മെക്സിക്കോയിലാണ് എന്നതും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു. 7-ാമതായി ഗ്രീസ്. ജനാധിപത്യം, പാശ്ചാത്യ തത്വചിന്ത, പാശ്ചാത്യ സാഹിത്യം, ചരിത്രരചന, രാഷ്ട്രീയ ശാസ്ത്രം, ഗണിത തത്വങ്ങൾ, നാടകം, ഒളിമ്പിക് ഗെയിംസ് എന്നിവയുടെ ജന്മസ്ഥലമായ ഗ്രീസ് പാശ്ചാത്യ നാഗരികതയുടെ കളിത്തൊട്ടിലായി കണക്കാക്കപ്പെടുന്നു. BC 8-ാം നൂറ്റാണ്ട് മുതൽ മെഡിറ്ററേനിയൻ, കരിങ്കടൽ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പോളിസ് എന്നറിയപ്പെടുന്ന വിവിധ സ്വതന്ത്ര നഗര സംസ്ഥാനങ്ങളായി ഗ്രീക്കുകാർ സംഘടിപ്പിക്കപ്പെട്ടു. മാസിഡോണിലെ ഫിലിപ്പ് രണ്ടാമൻ BC 4-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ഗ്രീസിന്റെ ഭൂരിഭാഗവും ഒന്നിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകനായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് കിഴക്കൻ മെഡിറ്ററേനിയൻ മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെയുള്ള അറിയപ്പെടുന്ന പുരാതന ലോകത്തിന്റെ ഭൂരിഭാഗവും അതിവേഗം കീഴടക്കി. BC 2-ാം നൂറ്റാണ്ടിൽ ഗ്രീസിനെ റോം പിടിച്ചെടുക്കുകയും റോമൻ സാമ്രാജ്യത്തിന്റെയും അതിന്റെ തുടർച്ചയായ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും അവിഭാജ്യ ഘടകമായി ഗ്രീസ് മാറുകയും ചെയ്തു. പിന്നീട് 1821 ആരംഭിച്ച നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1830 ഗ്രീസ് ഒരു ആധുനിക രാഷ്ട്രമായി ഉയർന്നു വന്നു. 6-ാമതായി ചൈന. 1600 BCയിൽ ആദ്യത്തെ ചൈനീസ് ഗവൺമെന്റായി ചൈനീസ് രാജവംശമായ ഷാങ് രാജവംശം സ്ഥാപിക്കപ്പെട്ടു. ഷാങ് രാജവംശം ഇന്നത്തെ ചൈനയുടെ വടക്ക് കിഴക്കൻ ഭാഗം നിയന്ത്രിക്കുകയും വടക്ക് ഹെബെയ് പ്രവിശ്യ വരെയും പടിഞ്ഞാറ് ഹെനാൻ പ്രവിശ്യ വരെയും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഷാങ് ഭരണകാലത്ത് ചൈനക്കാർ 12 മാസവും 360 ദിവസവുമുള്ള കലണ്ടർ സൃഷ്ടിക്കുകയും ഇന്ന് ഉപയോഗിക്കുന്ന എഴുത്ത് സമ്പ്രദായം വികസിപ്പിക്കുകയും ചെയ്തു. BC 1300 ഷാങ് രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്ന ഇൻസു എന്ന പുരാവസ്തു കേന്ദ്രം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അറിയപ്പെടുന്നു. ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2-ാമത്തെ രാജ്യമായി അറിയപ്പെടുന്ന ചൈന ലോക ജനസംഖ്യയുടെ 17.4% ഉൾക്കൊള്ളുന്നു.
വെടിമരുന്നിന്റെയും പേപ്പറിന്റെയും കണ്ടുപിടുത്തം, സിൽക്ക് റോഡ് സ്ഥാപിക്കൽ, വൻമതിലിന്റെ നിർമ്മാണം, ഭാഷകൾ, പാരമ്പര്യങ്ങൾ, വാസ്തുവിദ്യ, തത്വചിന്ത, സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെയുള്ള ചൈനീസ് സംസ്കാരം മികച്ച രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും കിഴക്കൻ ഏഷ്യയിലും അതിനപ്പുറവും ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. അഞ്ചാമതായി ഇറാഖ്. മെസപ്പൊട്ടോമിയ എന്നും അറിയപ്പെടുന്ന ഇന്നത്തെ ഇറാഖ് പലപ്പോഴും നാഗരികതയുടെ കളിത്തൊട്ടിലെന്ന് വിളിക്കപ്പെടുന്നു. സർഗോണിന്റെ ഭരണത്തിന്റെ തുടക്കമായ BC 2334 നിലവിൽ ലഭിക്കുന്ന ഇറാഖിനെ പറ്റിയുള്ള പ്രാഥമിക കണക്ക്. സർഗോൺ അക്കാഡിയൻ സാമ്രാജ്യത്തിന് കീഴിൽ പ്രദേശത്തെ നഗര സംസ്ഥാനങ്ങളെ ഒന്നിപ്പിക്കുകയും ആദ്യത്തെ സെമറ്റിക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. മെസപ്പൊട്ടോമിയ എഴുത്ത് സമ്പ്രദായം, ഗണിതം, സമയക്രമം, കലണ്ടർ, ജ്യോതിഷം, നിയമസംഹിത എന്നിവയുടെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നു. മെസപ്പൊട്ടോമിയയിലെ മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് ബാഗ്ദാദ് തലസ്ഥാനവും അബ്ബാസിദ് ഖിലാഫത്തിന്റെ ഏറ്റവും വലിയ നഗരവുമായി മാറി. നിലവിൽ ഇറാഖ് 46 ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 30ാമത്തെ രാജ്യമായി മാറി. വെനസുലയ്ക്കും സൗദി അറേബ്യയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ എണ്ണശേഖരമുള്ള രാജ്യമാണ് ഇറാഖ്. നിലവിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇറാഖ് ഗണ്യമായ സാമ്പത്തികവും സൈനികവുമായ വളർച്ചയും യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഥിരതയും അനുഭവിച്ചു പോരുന്നു. 4ാമതായി അർമേനിയ. ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് അർമേനിയ എന്നറിയപ്പെടുന്ന അർമേനിയ പശ്ചിമേഷ്യയിലെ അർമേനിയൻ ഹൈലാൻഡ്സിലെ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. BC 600 ഇന്തോ യൂറോപ്യൻ ഭാഷയായ പ്രോട്ടോ അർമേനിയൻ ഭാഷയുടെ ഒരു പുരാതന രൂപം അർമേനിയൻ ഹൈലാൻഡ്സിലേക്ക് വ്യാപിച്ചു. ആദ്യത്തെ അർമേനിയൻ സംസ്ഥാനമായ യുറാർട്ടു BC 860 സ്ഥാപിതമായി. BC 1-ാം നൂറ്റാണ്ടിൽ മഹാനായ ടിഗ്രാനസിന്റെ കീഴിൽ അർമേനിയ രാജ്യം അതിന്റെ ഉന്നതിയിലെത്തുകയും BC 301 ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായി മാറുകയും ചെയ്തു. വികസ്വര രാജ്യമായ അർമേനിയ നിലവിൽ മാനവ വികസന സൂചികയിൽ 85ാം സ്ഥാനത്തായി നിലനിൽക്കുന്നു. അർമേനിയയുടെ സമ്പദ് വ്യവസ്ഥ പ്രാഥമികമായി വ്യാവസായിക ഉൽപാദനത്തെയും ധാതുക്കളുടെ ഉൽപാദനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നതും അർമേനിയയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. 3ാമതായി ഇന്ത്യ. 2023 ഐക്യരാഷ്ട്രസഭ ഇന്നത്തെ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി തെരഞ്ഞെടുത്തു. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ നിലവിൽ. വിസ്തീർണം അനുസരിച്ച് 7ാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ 1947 സ്വാതന്ത്ര്യം നേടിയ സമയം മുതൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമായി തുടർന്നു പോരുന്നു. 55,000 വർഷങ്ങൾക്ക് മുൻപ് ആദ്യത്തെ ആധുനിക മനുഷ്യർ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തി. ദക്ഷിണേഷ്യയിലെ അറിയപ്പെടുന്ന ആധുനിക മനുഷ്യാവശിഷ്ടങ്ങൾ ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്ന് ചരിത്രം പറയുന്നു. ഇവ ക്രമേണ ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗര സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരമായി വികസിക്കുകയും 2500-1900 BC കാലത്ത് പാകിസ്ഥാനിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളായ വേദങ്ങൾ ഈ കാലഘട്ടത്തിലാണ് രചിക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. 2ാമതായി ഇറാൻ. ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നറിയപ്പെടുന്ന ഇറാൻ അതിന്റെ പാശ്ചാത്യ നാമമായ പേർഷ്യ എന്നും അറിയപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിലും ജനസംഖ്യയിലും ഇറാൻ ആഗോളതലത്തിൽ 17ാം സ്ഥാനത്താണ്. ഇത് പൂർണ്ണമായും ഏഷ്യയിലെ 6ാമത്തെ വലിയ രാജ്യവും പശ്ചിമേഷ്യയിലെ 2ാമത്തെ വലിയ രാജ്യവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പർവ്വത പ്രദേശങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നുമാണ്. നാഗരികതയുടെ കളിത്തൊട്ടിലായ ഇറാൻ ലോവർ പാലിയോലിത്തിക് മുതൽ ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും ദൈർഘ്യമേറിയ ചരിത്രങ്ങളിലൊന്നാണ്. BC 7-ാം നൂറ്റാണ്ടിൽ ഡിയോസസ് ഇറാനിനെ ആദ്യമായി ഒരു സംസ്ഥാനമായി ഏകീകരിച്ചു. പുരാതന ഇറാൻ എഴുത്ത്, കൃഷി, നഗരവൽക്കരണം, മതം, കേന്ദ്ര ഗവൺമെന്റ് എന്നിവയുടെ ആദ്യകാല സംഭവവികാസങ്ങൾ കണ്ടു. AD 7-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ ഈ പ്രദേശം കീഴടക്കുകയും ഇറാനിനെ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 1ാമതായി ഈജിപ്ത്. 3150 BC സ്ഥാപിതമായി പറയപ്പെടുന്ന ചരിത്രം അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഔദ്യോഗികമായി അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് എന്നറിയപ്പെടുന്ന ഈജിപ്റ്റ് ആഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ കോണിലും ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ കോണിലുള്ള സിനായി പെനിൻസുലയിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂഖണ്ഡാന്തര രാജ്യമാണ്. ഏകദേശം 100 ദശലക്ഷം നിവാസികളുള്ള ഈജിപ്റ്റ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 14ാമത്തെ രാജ്യവും ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 3ാമത്തെ രാജ്യവുമാണ്. 6000 BC നൈൽ ഡെൽറ്റയുടെ പൈതൃകം കണ്ടെത്തുന്ന ഈജിപ്തിന് ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും ദൈർഘ്യമേറിയ ചരിത്രമുണ്ട്. നാഗരികതയുടെ കളിത്തൊട്ടിലായി കണക്കാക്കപ്പെടുന്ന പുരാതന ഈജിപ്റ്റ് എഴുത്ത്, കൃഷി, നഗരവൽക്കരണം, സംഘടിത മതം, കേന്ദ്ര ഗവൺമെന്റ് എന്നിവയുടെ ആദ്യകാല സംഭവവികാസങ്ങൾ കണ്ടു. ക്രിസ്തുമതത്തിന്റെ ആദ്യകാലവും പ്രധാനപ്പെട്ടതുമായ ഒരു കേന്ദ്രമായിരുന്നു ഈജിപ്റ്റ് എങ്കിലും പിന്നീട് 7-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാം മതത്തിലേക്ക് മാറപ്പെടുകയായിരുന്നു.